ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഷവർമ മക്രോണിയാണ്. മക്രോണിയും ഷവർമയും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഷവർമ മക്രോണി. അപ്പോൾ കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പോൾ ശരി, എന്നാൽ കാണാം. അപ്പോൾ ഞാനിതാ ഷവർമ മക്രോണി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ബോൺലെസ് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 500 ഗ്രാം ബോൺലെസ് പീസ് ചിക്കൻ ഉണ്ടാകും. ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബോൺലെസ് പീസ് ചിക്കനാണിത്. ആദ്യം നമുക്ക് ഈ ഒരു ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പൊടികളൊക്കെ എല്ലായിടത്തും നന്നായിട്ട് തന്നെ മിക്സായി വരണം. ആ ചിക്കനിലൊക്കെ നന്നായിട്ട് തന്നെ മിക്സായി വരണം. ഇപ്പോൾ ഇതാ ചിക്കന് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിത് അവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒലീവ് ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഫ്രൈ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിക്കനൊക്കെ ഇതാ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് കോരി മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മക്രോണി കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ ഞാൻ കുറച്ചധികം വെള്ളം തന്നെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് മക്രോണിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 400 ഗ്രാം മക്രോണി എടുക്കുന്നുണ്ട്. മക്രോണി പെട്ടെന്ന് തന്നെ കുക്കായി വരും. മക്രോണി ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം.
സ്ട്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുള്ള മക്രോണിയിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല തണുത്ത വെള്ളം എന്നൊന്നുമില്ല, പൈപ്പ് തുറന്നിട്ടിട്ട് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുള്ള മക്രോണി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ വേണമെങ്കിൽ വലിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്നിങ്ങനെ ഷ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കുറച്ച് ക്യാബേജ്, അത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് മല്ലിയില ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ക്യാരറ്റിനും ക്യാബേജിൻ്റെ ഒക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതില്ലെങ്കിലും നമ്മുടെ ഷവർമ മക്രോണി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മയോനൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. മയോനൈസ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു കൺസിസ്റ്റൻസി മിക്സ് ചെയ്തിട്ട് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ റെഡിയാണ്. ഇപ്പോൾ ഷവർമ മക്രോണി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മയോനൈസിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡിഷായിട്ടുള്ള ഷവർമ മക്രോണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.